അപ്പോൾ ഈ റുമറ്റോളജിയിൽ എപ്പോഴൊക്കെയാണ് അലാമിങ് സൈൻസ്, അതായത് എപ്പോഴൊക്കെയാണ് ഓരോ സിംറ്റംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. യൂഷ്വലി സന്ധികളിൽ വേദനയായിട്ടാണ് ചിലവർ വരിക. അപ്പോൾ ആ വേദനയ്ക്ക് തന്നെ, വേദന എന്ന് പറയുമ്പോൾ എപ്പോഴാണ് അത് അലാമിങ് ആവുന്നത്? അതായത് വേദന നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മോർണിംഗ് സ്റ്റിഫ്നെസ്, അതായത് രാവിലെ എണീക്കുമ്പം പിടുത്തം, അത് അല്ലെങ്കിൽ നൈറ്റ് പെയിൻ ഇൻ ദ സെൻസ് നമുക്ക് നമ്മുടെ ഉറക്കം വരെ കെടുത്തുന്ന രീതിയിലുള്ള വേദന. അതായത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴും സിവിയർ പെയിനായിട്ട് എണീക്കുകയാണെങ്കിൽ അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പെയിനാണ്. ആ ഒരു പെയിനിന് നമ്മൾ സാധാരണ മസിൽ പെയിൻ പോലെയോ അല്ലെങ്കിൽ ഞരമ്പുകൾക്കുള്ള വേദന പോലെ ആയിരിക്കില്ല. ആൻഡ് ആ പെയിൻ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു അരമണിക്കൂറിലധികം ഉണ്ടെങ്കിൽ ആ പെയിനിന് നമ്മൾ സിഗ്നിഫിക്കൻസ് കൊടുക്കണം. അത് ഈ സന്ധിവാതത്തിലൊരു ലക്ഷണമാണ്. അതേപോലെ ചില പേഷ്യൻസിന് മയാൾജിക് പെയിൻ, അതായത് ജനറലൈസ്ഡ് ഒരു പെയിൻ, ഒരു മൊത്തം ഒരു ശരീരവേദന. ആ ശരീരവേദനയ്ക്കും എപ്പോഴാണ് സിഗ്നിഫിക്കൻസ്? നമുക്കും സാധാരണ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ മസിൽ പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടാവുക. പക്ഷേ മസിൽ പെയിനിൻ്റെ കൂടെ ഇപ്പോൾ സ്ഥിരം തലവേദന ഉണ്ടാവുക, എസ്പെഷ്യലി എൽഡർലി ആൾക്കാർക്ക് തലവേദന ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഐയിൽ ഒരു സിംറ്റം, അതായത് കാഴ്ചയ്ക്ക് എങ്ങനെ മങ്ങിച്ച ഒരു മങ്ങൽ പോലെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് സിഗ്നിഫിക്കൻസ് കൊടുക്കണം. എന്താ വെച്ചാൽ ചിലതരം പോളിമയാൾജിയ റുമാറ്റിക്ക എന്ന് പറഞ്ഞാൽ ചിലതരം വാദത്തിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അലാമിങ് സിംറ്റമാണ്. അതേപോലെ തന്നെ നമ്മൾ പേശികൾക്കുള്ള വേദന, നമ്മൾ ഒരു കൈ മാത്രം പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് വേദന, കടച്ചിൽ, ഒരുതരം തരിപ്പ് പോലത്തെ വേദന അങ്ങനെ ഉണ്ടെങ്കിലും നമ്മളതിന് സിഗ്നിഫിക്കൻസ് കൊടുക്കണം. ഡോക്ടറെ കാണിച്ചിട്ട് അതിലെന്തെങ്കിലും ഈ ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അപ്പോൾ അത് ചിലതരം വാസ്കുലൈറ്റിസ്, ടക്കയാസിസ് ആർട്ടറൈറ്റിസ് എന്ന് പറഞ്ഞാൽ ചിലതരം വാദത്തിൽ അങ്ങനത്തെ ചില ലക്ഷണങ്ങളുണ്ടാവും. ഇതൊക്കെ അലാമിങ് സിംറ്റംസ് ആണ്. നമ്മൾ നോർമലിൽ നിന്ന് സാധാരണ പേശികൾക്ക് വേദന, മസിൽ പെയിനിൽ നിന്ന് ഈ കുറച്ച് എക്സ്ട്രാ സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ വേറെ ചില വാദങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യും. നമ്മൾക്ക് മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ നടുവേദന ഉണ്ടാവാം. അപ്പോൾ നടുവേദന ഉണ്ടാകുമ്പോഴും ഇതുപോലെ നമുക്ക് ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും പണി കൂടുതലെടുക്കുമ്പോൾ മണങ്ങുമ്പോൾ വേദന, അതൊക്കെ യൂഷ്വലി സാധാരണ ഡിസ്ക് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ആ മസിൽസിനുള്ള പിടുത്തോ യൂഷ്വലി അങ്ങനെ ആയിരിക്കും വേദന ഉണ്ടാവുക. പക്ഷേ അഗെയിൻ ആ നടുവേദനയ്ക്ക് പെട്ടെന്ന്, ഇതുവരെ നടുവേദന ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്നൊരു നടുവേദന വരിക, അക്യൂട്ട് പെയിൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി എന്തെങ്കിലും ഫ്രാക്ചർ റിലേറ്റഡ് അല്ലെങ്കിൽ ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ഉണ്ടോ എന്ന് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു നമ്മൾ സ്പൈനൽ കോഡിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ട്യൂമർ പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ സഡൻ ഓൺസെറ്റ് പെയിനായിട്ട് വേദന വരാം. ഇനി അത് എൽഡർലി ആൾക്കാർക്കും ഇതുവരെ നടുവേദന, അവരൊരു 40 ഇയേഴ്സിലൊന്നും അവർക്ക് ഇതുവരെ വേദന ഇല്ലാത്ത ഒരാൾക്ക് ഒരു 50 ഇയേഴ്സ് കിടക്കുമ്പോൾ, 55 ഇയേഴ്സ് കിടക്കുമ്പോൾ നടുവേദന വരിക, രാവിലെ എണീക്കുമ്പോൾ വേദന വരിക, പിടുത്തം വരിക, അത് ഈ പറഞ്ഞ പോളിമയാൾജിയ റുമാറ്റിക്ക എന്ന് പറഞ്ഞ ലക്ഷണത്തിലുണ്ടാവുക. സോ ഇതുവരെ നടുവേദന വരാത്തൊരാൾക്ക് പെട്ടെന്ന് നടുവേദന വരുന്നുണ്ടെങ്കിൽ നമ്മളതിന് ഈ പറയുന്ന അസോസിയേറ്റഡ് സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സിഗ്നിഫിക്കൻസ് കൊടുക്കണം. അടുത്തൊരു അലാമിങ് സിംറ്റം എന്ന് പറയുന്നത് നമുക്ക് ഫീവർ. പല ആൾക്കാർക്കും പനി വരുന്ന പോലെ, ഇപ്പോൾ സന്ധികളിൽ വേദന, പേശിവേദന ഉണ്ടാവും, പനി വരുന്ന പോലെ എന്ന് പറയും. ഇപ്പോൾ മിക്ക വാദത്തിലും ചെറിയ രീതിയിൽ പനികളുണ്ടാവുക, ചിലപ്പോൾ ഒരു ഫീവറിഷ് ഫീലിംഗ്, ഒരു നൈറ്റ് ഫീവർ ചിലങ്ങനെ ഉണ്ടാവാം. വാദം കൺട്രോൾഡ് ആകുമ്പോൾ ചിലവർക്ക് ഉണ്ടാവും. പക്ഷേ എന്നും ഫീവർ വരിക, അതായത് എവറി അതർ ഡേ ഫീവർ വരിക, പിന്നെ രാത്രി കാലങ്ങളിൽ വേർക്കുക, കുളിര് വരിക, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ്, നമ്മൾ ദേഹം മെലിഞ്ഞ് വരിക, കുളിര് വരിക, അങ്ങനെ എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു സിഗ്നിഫിക്കൻസ് കൊടുക്കണം. അതായത് അത് യൂഷ്വലി ഈവൺ ഇൻഫെക്ഷൻസിൽ കാണാം, TB പോലത്തെ ഇൻഫെക്ഷൻസിൽ കാണാം, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ഡിസ്ക്രേസസ്, എന്തെങ്കിലും ബ്ലഡിൽ സംബന്ധമായിട്ടുള്ള കോശങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഇതിൽ വരാം. പിന്നെ ചില വാദങ്ങളിലും, അതായത് SLE പോലത്തെ അസുഖങ്ങൾ, പിന്നെ ചില കണക്റ്റീവ് ടിഷ്യൂ, മിക്സഡ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ്, ഇതിലും ചിലപ്പം പനിയും സന്ധികളിൽ വേദനയായിട്ട് വരാം. സോ പനി വരുമ്പം വിട്ട് മാറാതെ പനി വരുമ്പം അത് നമ്മൾ നോക്കുക തന്നെ വേണം.